ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പു കേസിൽ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. ഈ മാസം 19-ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനയും അന്വേഷണവുമായി സഹകരിക്കണമെന്ന് PMLA കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷകൾ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരായ ശേഷം കോടതി പരിഗണിക്കും. ഇതിനിടെ ഹൈറിച്ച് തട്ടിപ്പു കേസിൽ ഇഡി അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇതര സംസ്ഥാന സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇഡി. ഹൈറിച്ചിന്റെ നിക്ഷേപകരിൽ നല്ലൊരു പങ്ക് അയൽ സംസ്ഥാനങ്ങളിലുമുള്ളവരുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും പ്രതികൾ ഭൂമിയടക്കം സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതായാണ് വിവരം. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ നടത്തിയതെന്നും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതെന്നുമാണ് ഇനി കണ്ടെത്തേണ്ടത്. പ്രതികളുടെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. നിക്ഷേപകരിൽ നിന്ന് കരസ്ഥമാക്കിയ പണം വിദേശത്തും നിക്ഷേപങ്ങളാക്കി മാറ്റിയിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഹൈറിച്ചിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ ആഴ്ച കൂടുതൽ പേരോട് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരുമെന്നതിനാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി പണം നഷ്ടപ്പെട്ടവരാരും പരാതികളുമായി മുന്നോട്ട് വരികയോ അന്വേഷണത്തോട് സഹകരിക്കുകയോ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദങ്ങൾ കേട്ടിരുന്നു. ഇഡി അന്വേഷണവുമായി സഹകരിച്ചുകൂടെ എന്ന് പ്രതിഭാഗത്തോട് കോടതിയും ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി കോടതി നൽകിയിട്ടുമുണ്ട്. ജനം, കൊച്ചി.